നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. നമ്മുടെ റബ്ബർ കർഷകർ വളരെയേറെ വിഷമത്തിലാണ്. റബ്ബറിന് വളരെയേറെ വിലയിടിവാണ്. അതാണ് അവർ ഇത്രയേറെ വിഷമത്തിലാവാനുള്ള പ്രധാന കാരണം. ഇനി വിഷമിക്കേണ്ട. അപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടം നമുക്ക് മറ്റ് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അതായത് കഴുത വളർത്തുന്നതിന് സർക്കാർ 50 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. റബ്ബർ തോട്ടമുള്ളവർക്ക് കഴുതയെ വളർത്താൻ എളുപ്പമായിരിക്കും. കാരണം തോട്ടത്തിലൂടെ അഴിച്ചു വിടാം, പിന്നെ പുല്ല് കിട്ടും. അപ്പം മേയാനൊക്കെ വിടാൻ വളരെയേറെ സൗകര്യമുണ്ട് റബ്ബർ തോട്ടമുള്ളവർക്ക്. ഇപ്പോൾ റബ്ബർ തോട്ടം ഇല്ലാത്തവർക്ക് അതിന് പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, റബ്ബർ കർഷകരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കഴുതയെ വളർത്താൻ? കഴുതയെ വളർത്തുന്നതിന് വ്യക്തികൾക്ക് 50 ലക്ഷം രൂപ വരെയും സബ്സിഡി, ബ്രീഡിംഗ് ഫാമുകൾക്ക് 10 കോടി രൂപ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഇങ്ങനെ അപേക്ഷിക്കാം. കഴുതകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും എണ്ണത്തിൽ രാജ്യത്ത് അടുത്ത കാലത്തായി വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ കുറഞ്ഞു വരുന്ന കഴുതകളുടെ എണ്ണം പുനരുജ്ജീവിപ്പിക്കുന്നതിനും കന്നുകാലി ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പദ്ധതികൾ ആവിഷ്കരിച്ചു കേന്ദ്ര സർക്കാർ. കഴുതകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും എണ്ണത്തിൽ രാജ്യത്ത് അടുത്ത കാലത്തായി വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് പരിഹരിക്കുന്നതിനായി കഴുതകളെ വളർത്തുന്നതിന് വ്യക്തികൾക്ക് 50 ലക്ഷം രൂപ വരെയും അവയുടെ ബ്രീഡിംഗ് ഫാമുകളോ ബീജകേന്ദ്രങ്ങളോ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിന് 10 കോടി രൂപ വരെയും സഹായം അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മൊത്തം പദ്ധതി ചെലവിൻ്റെ 50% പരമാവധി 50 ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കും. വ്യക്തികൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, സ്വയം സഹായ സംഘങ്ങൾ, സംയുക്ത ബാധ്യത ഗ്രൂപ്പുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സെക്ഷൻ 8 കമ്പനികൾ എന്നിവർക്കെല്ലാം ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് വഴി അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.